ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഗ്യാബി സ്റ്റോറിലേക്ക് സ്വാഗതം. ഞാൻ പാസി തോമസ്. ഇന്ന് നമുക്ക് സെയിൽസിനായിട്ട് എത്തിയിരിക്കുന്നത് സ്റ്റാർ സീനിയർ പ്ലാന്റ്സ് ആണ്. സ്റ്റാർ സീനിയർ പ്ലാന്റ്സിൻ്റെ കണ്ട കവർ സൈസ് ചെടികളാണ് നമുക്ക് സെയിൽസിനായിട്ട് എത്തിയിട്ടുള്ളത്. സ്റ്റാർ സീനിയർ പ്ലാന്റ്സിൻ്റെ ചട്ടി പിടിപ്പിച്ച തൈയുണ്ട്. അതേ നിറച്ച് ബുഷിയായിട്ട് നിറയെ പൂക്കളായിട്ട്. ഇത് ഓറഞ്ച് കളറാണ്. അതെ, ഇത് യെല്ലോ, അത് യെല്ലോ. അതിൽ നിറച്ച് മൊട്ടുകളാണ്, പൂക്കൾ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. യെല്ലോ കളറ്. പിന്നെ ലെമൺ യെല്ലോ ഉണ്ട്. ലെമൺ യെല്ലോ നമുക്ക് ചട്ടി പിടിപ്പിച്ച പൂക്കളായത് കാണിക്കാനില്ല. ലെമൺ യെല്ലോ നാരങ്ങയുടെ ഒരു യെല്ലോ കളറ്. പിന്നെ വൈറ്റ്. ഇത് നമുക്ക് ഒരു വീട്ടുകാർ പിടിപ്പിച്ചു തന്നതാണ്. അതായത് ഒരാഴ്ച മുന്നേ ഒരാഴ്ച മുന്നേ നമ്മൾ കോസ്മോസിൻ്റെ സെയിൽസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് കോസ്മോസ് പ്ലാന്റ്സ് ഒരു വീട്ടുകാർ പിടിപ്പിച്ചു തന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അപ്പം അന്നേരം ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് 33 വീട്ടുകാർ നമുക്ക് ഇതൊക്കെ പിടിപ്പിച്ചു തരുന്നുണ്ട്. പല പല പ്ലാന്റ്സ് ആയിട്ട് 33 വീട്ടുകാരുണ്ട് നമുക്കിത് പിടിപ്പിച്ചു തരാനായിട്ട്. ഇത് നാടൻ പെറ്റൂനിയ, ബൊഹീനിയ, അങ്ങനെ പല പ്ലാന്റ്സ്, ഇപ്പോൾ കോസ്മോസും അങ്ങനെയൊക്കെ ആയിട്ട് പല പല പ്ലാന്റ്സ് പിടിപ്പിച്ചു തരുന്നുണ്ട്. അപ്പം നമുക്ക് അപ്പം ആ വീഡിയോ ഇറങ്ങിയപ്പോഴേക്കാണ് 1 മണിക്കൂറായില്ല, അതിന് മുമ്പ് എനിക്കൊരു കോൾ വന്നു. ഇത് ഞങ്ങളുടെ കയ്യിൽ സ്റ്റാർ സീനിയ പിടിപ്പിച്ച തൈകളുണ്ട്, വിറ്റ് തരുമോ എന്ന് ചോദിച്ച് കോൾ വന്നു. ഞങ്ങളൊക്കെ വരാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവിടെ പോയി ഒക്കെ കണ്ടു, പ്ലാന്റ്സ് എടുത്തു പോന്നു. അപ്പോൾ നമുക്ക് അവിടെ ആയ പ്ലാന്റ്സ് എല്ലാം എടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട്. ഇനിയും അവിടെ ആയിക്കൊണ്ടിരിപ്പുണ്ട് ഇഷ്ടംപോലെ. ചെറിയ ചെറിയ തൈകൾ ചെറിയ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കവറൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്, അതിൽ ആക്കി നമുക്ക് തരും. അപ്പോൾ നമുക്ക് ബൊഹീനിയ, ഇതാണ് ബൊഹീനിയ. ഇതും ഞാൻ പറഞ്ഞില്ല, ഒരു വീട്ടുകാർ ചെയ്തു തരുന്നതാണ്. ബൊഹീനിയ കൊക്കീനിയ. ഇതിൻ്റെ പൂക്കൾ 6 മാസം വരെ വാടാതെ നിൽക്കും. ഈ പൂക്കൾ കണ്ട, ആദ്യം ലൈറ്റ് കളറിൽ ഈ ഒരു യെല്ലോ കളറിൽ വിരിഞ്ഞിട്ട് ഈ ഒരു ഡാർക്ക് ഓറഞ്ച് അങ്ങനെ ഡാർക്ക് കളറിലോട്ട് മാറും. അതാണ് ബൊഹീനിയ കൊക്കീനിയുടെ പ്രത്യേകത. ഇത് നമ്മൾക്ക് ഇതുപോലൊരു വീട്ടിൽ തയ്യാറായി കഴിഞ്ഞെന്ന് പറയാം. മൊട്ടിട്ട് പൂവിട്ട് തുടങ്ങിയ ബൊഹീനിയ ചെടികളുടെ സെയിൽസാണ് നമുക്ക് അടുത്ത് തന്നെ വരാൻ പോണത് കേട്ടോ. ഇപ്പം നമുക്ക് സ്റ്റാർ സീനിയ ഞാൻ കാണിച്ചു തരാം. ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ട, ഇതാണ് ഓറഞ്ച്. ഇതുപോലെ നിറഞ്ഞ് ബുഷിയായിട്ട് പൂക്കളോടുകൂടി വരും. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത, പൂക്കൾ 1 മാസത്തിൽ കൂടുതൽ കൊഴിയാതെ നിൽപ്പുണ്ടെന്നുള്ളതാണ്. അത് ഈ സ്റ്റാർ സീനിയയുടെ അവർ പറഞ്ഞു, 1 മാസത്തിൽ കൂടുതലോളം ഈ പൂക്കൾ ഇങ്ങനെ കൊഴിയാതെ വാടാതെ നിൽക്കും. പിന്നെ ഇത് പൂക്കൾ ലാസ്റ്റ് 1 മാസം കഴിഞ്ഞ് പൂക്കൾ വാടിപ്പോയാൽ തന്നെയോ അത് അതിമേ തന്നെ നിൽക്കും, വാടി താഴെ വീഴില്ല. പിന്നെ ഇത് അവർ തണ്ടൊടിച്ചാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. നിറച്ചിങ്ങനെ നല്ല ഭംഗിയുണ്ട്. എൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയല്ലേ, നിറയെ പൂക്കളായിട്ട്. ഇതാണ് ഓറഞ്ച് കളറിലേത് കേട്ടോ. യെല്ലോ കളറില്ല, അതിനിപ്പോൾ കുറച്ചും കൂടി വിരിയാനൊക്കെ ഉണ്ട്, മുട്ടകൾ വിരിയാനൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് വൈറ്റ് കളർ നോക്കിയേ. പിന്നെ ഇത് ഈ പ്ലാന്റ് എന്ന് വെച്ചാൽ, പിന്നെ നമുക്കിപ്പോൾ ഞാൻ 3 കളർ കാണിച്ചല്ലോ, ഓറഞ്ച്, യെല്ലോ, വൈറ്റ് കാണിച്ചു. ഒരു ലെമൺ യെല്ലോ കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത് നടുമ്പോൾ ഇത്തിരി വാവട്ടമുള്ള പോട്ടിന് ഇത്തിരി കുറച്ചും കൂടി വിസ്താരമുള്ള പോട്ടായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. കാര്യം ഇതിൻ്റെ കടക്കൽ പൊട്ടിയാണ് ഇതിൻ്റെ ചെടികൾ ആയി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വിസ്താരമുള്ള പോട്ട് എടുത്താൽ അതനുസരിച്ച് പ്ലാന്റ് ബുഷിയാകും. ബുഷിയായി കഴിഞ്ഞാൽ ഭംഗി കൂടും, പൂക്കളുടെ എണ്ണവും കൂടും. നമുക്കിപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകളാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത്. ഇത് യെല്ലോ, ഓറഞ്ച്, യെല്ലോ, ലെമൺ യെല്ലോ, ഈ 3 കളറിലെ ചെടികളാണ് നമുക്ക് സെയിൽസിനുള്ളത്. ഈ വൈറ്റ് കളറിൻ്റെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. അതും ആയി വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെയും കൂടുതൽ സ്റ്റോക്കും ഇനി റെഡിയായി വരുന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ ഇത്രയും സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം നല്ല റൂട്ടായതും. പിന്നെ കണ്ട പൂക്കൾ കണ്ട, എല്ലാത്തിലും മൊട്ടുകളും ഓരോ പൂക്കളൊക്കെ ആയിട്ടുണ്ട്. എല്ലാം തന്നെ പൂക്കളില്ലാത്തതിലൊക്കെ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ എല്ലാം മാർക്ക് ചെയ്തിട്ടാണ് തന്നേക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്താൽ തന്നേക്കണം. യെല്ലോ, ലെമൺ യെല്ലോ, ഓറഞ്ചൊക്കെ മാർക്ക് ചെയ്താൽ തന്നേക്കണം. വൈറ്റ് നമുക്ക് ആയിട്ട് വേണം. അപ്പോൾ ഇതിൻ്റെ തണ്ടുകുത്തി പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇത് വാവട്ടമുള്ള വലിയ പോട്ടിൽ സെറ്റ് ചെയ്യുക. 2 നേരം നന വേണം. ഈ സമയത്ത് 2 നേരം തന്നെ നന വേണം. എന്നാൽ വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കുകയും വേണം. വെള്ളം കെട്ടി നിന്നാൽ പ്ലാന്റ് ചീത്തയായി പോകും. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഹോളൊക്കെ ഇട്ട്
വെള്ള പോട്ടൊക്കെ സെലക്ട് ചെയ്ത് നടുക. ഈ സമയത്ത് രണ്ടിരുന്ന നനയ്ക്കുക. നല്ല വെയിലും വേണ്ട ചെടിയാണ്. ഇതൊക്കെ ഇപ്പം തന്നെ ഈ ചെറിയ ചെടി തന്നെ നിറച്ച് മൊട്ടുകളാണ്. പൂ വിരിഞ്ഞിട്ടുണ്ട്, ചെറിയ മൊട്ടുകളാണ്. ഈ പൂക്കൾ അധികം കുറേ ദിവസം വാടാതെ നിൽക്കുന്നതുകൊണ്ട് ഇതുങ്ങളൊക്കെ വിരിയുമ്പോൾ നിറഞ്ഞ് പൂവായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും. ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് 50 രൂപയ്ക്കാണ്. 50 റുപ്പീസിനാണ് നമ്മൾ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത്. പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. ദൂരെയുള്ളവർക്ക് കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത്. നേരിട്ട് വരാൻ പറ്റുന്നവർക്ക് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡാണ് നമ്മുടെ നഴ്സറി. നമ്മുടെ ഹോം ഗാർഡൻ നഴ്സറിയാണ്. നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.